ആറ്റുനോറ്റ് മൂവിയിലെ നായകനായ ആരോമൽ ഒരു കല്യാണം കഴിക്കുന്നു. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റില് ആരോമൽ എന്ന് പറയുന്ന നമ്മുടെ നായകനുണ്ടാവുന്ന കുറേയധികം പ്രശ്നങ്ങളാണ് ഈ മൂവിയിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്താണ്, എങ്ങനെയാണ്, എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക മച്ചന്മാരെ. അപ്പൊ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് 2024 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ മന്ദാകിനി എന്ന മലയാളം മൂവിയാണ്. അപ്പൊ ഒരുപാട് തമാശകൾ നിറഞ്ഞ ഈ ഫാമിലി മൂവി കാണാൻ നിങ്ങൾ തയ്യാറല്ലേ? അതുകൊണ്ട് സമയം കളയുന്നില്ല, ദെൻ ലെറ്റ്സ് ഗോ ടു ദ സ്റ്റോറി. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന ആരോമൽ എന്ന് പറയുന്ന നമ്മുടെ നായകനെ കാണിക്കുന്നു. ഇന്ന് നായകന്റെ കല്യാണമാണ്. അതിന്റെ പ്രാർത്ഥനയിലാണ് നമ്മുടെ നായകൻ. ഈ സമയം അവിടേക്ക് നായകന്റെ അളിയനായ ഉണ്ണിയളിയും വരുന്നു. താലികെട്ടിന് സമയമായി വരാൻ പറഞ്ഞ് ഇപ്പൊ ആരോമലിനെ അയാൾ വിളിക്കുവാണ്. മൂവിയുടെ ഈ ഭാഗത്ത് നായകന്റെ ഫാമിലിനെ മുഴുവൻ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ തുടങ്ങുന്നു. ഇതാണ് നായകന്റെ അമ്മ രാജലക്ഷ്മി. നായകന്റെ അച്ഛൻ മരിച്ചതിന് ശേഷം കുടുംബത്തിന്റെ ഉത്തരവാദിത്വം മുഴുവൻ തലയിലേറ്റിയ ഈ അമ്മയാണെങ്കിൽ അന്ന് മുതൽ ഡ്രൈവിംഗ് സ്കൂളെല്ലാം നടത്തി വരുവാണ്. അടുത്തായിട്ട് അജിത എന്ന് പറയുന്ന നായകന്റെ ചേച്ചീനെ കാണിക്കുന്നു. അജിതയ്ക്ക് ഒരു ടീച്ചർ ആവാനായിരുന്നു ആഗ്രഹം. എന്നാൽ ബി.എഡ് തോറ്റുപോയോണ്ട് അതിന് സാധിച്ചില്ല. അടുത്തായിട്ട് അജിതന്റെ ഭർത്താവായ ഉണ്ണീനെ കാണിക്കുന്നു. അതായത് നമ്മുടെ നായകന്റെ ഉണ്ണിയളിയെ. പണ്ട് അജിത കോളേജിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ബസ്സിലെ കിളി അവളോട് മോശമായിട്ട് പെരുമാറിയെന്നും പറഞ്ഞ് അയാളെ ഒന്ന് പെരുമാറാൻ വേണ്ടി ആരോമൽ ഏർപ്പാടാക്കിയ ഗുണ്ടയായിരുന്നു ഇയാള്. എന്നാൽ ഗുണ്ട അജിതനെ പ്രണയിച്ച് അവളെ കല്യാണം കഴിച്ച് ഇപ്പൊ സുഖമായിട്ട് ജീവിക്കുന്നു. അടുത്തായിട്ട് മനോജ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ കാണിക്കുന്നു. പുള്ളി നന്നായിട്ട് പാട്ടുപാടും. അങ്ങനെ ആളവിടെ ഫേമസ് ആണ്. അടുത്തായിട്ട് ആരോമലിന്റെ മേമേന്റെ മോനായ അനീനെ കാണിക്കുന്നു. അടുത്തായിട്ട് ഈ മൂവിയിൽ നായികനെ പരിചയപ്പെടാം. ഇവളാണ് അമ്പിളി. ആരോമൽ ഇവളെയാണ് ഇപ്പൊ കെട്ടാൻ പോകുന്നത്. അങ്ങനെ അടുത്ത സീനിൽ ആരോമലിനെ അമ്പിളിനെയും കല്യാണം എല്ലാം നടക്കുന്നതായിട്ട് കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവര് ചെക്കനെയും പെണ്ണിനെയും അങ്ങനെ വീട്ടിലേക്ക് എത്തിക്കുവാണ്. ഇതേസമയം അമ്പിളിന്റെ ഒരു അമ്മാവനും പിന്നെ കുറച്ച് കുടുംബക്കാരെല്ലാം കൂടി വെള്ളം അടിക്കുന്നതായിട്ടെല്ലാം കാണിക്കുന്നുണ്ട്. ഇതേസമയം വീട്ടിലെ കുറച്ച് സ്ത്രീകള് ഈ കല്യാണത്തിനെ പറ്റി എന്തൊക്കെയോ പരദോഷങ്ങളെല്ലാം പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഇതുപോലത്തെ ആൾക്കാരെല്ലാം നാട്ടിലും കാണുമല്ലോ. ഇതേസമയം വീട്ടിലേക്ക് എത്തിയ അമ്പിളിന്റെ ആരോമലിന്റെ ഫോട്ടോഷൂട്ട് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതേ സമയമാണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു പരിചയക്കാരൻ കല്യാണം കൂടാൻ വേണ്ടി അവിടേക്ക് വണ്ടിയിലെത്തുന്നത്. വരുന്ന അയാളുടെ കയ്യിൽ വലിയൊരു കവറുണ്ട്. ആ കവറിലെ ഫോറിൻ മദ്യമായിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടേക്ക് വന്ന അയാള് അത് ഉണ്ണിയളിന്റെ കൈ കൊടുക്കുന്നു. ഇത് ഇപ്പൊ എടുത്താൽ ശരിയാവില്ല, നമുക്കൊരു തുള്ളി കിട്ടില്ല, അതുകൊണ്ട് എല്ലാരും പോയതിനു ശേഷം നമുക്ക് രാത്രി എടുക്കാമെന്നും പറഞ്ഞ് ഉണ്ണിയളിനെ തുളിപ്പിച്ചു വെക്കുന്നു. അങ്ങനെ പിന്നീട് വന്നവർക്കുള്ള ഭക്ഷണം കൊടുപ്പും ബാക്കി തിരക്കുകളും കാര്യങ്ങളെല്ലാം അങ്ങനെ നടക്കുന്നതായിട്ട് കാണിക്കുന്നു. ഈവനിങ് ആവുന്ന സമയത്ത് അനിയും ഉണ്ണിയളിയനും ബാക്കി ആൾക്കാരെല്ലാം കൂടി നായകന്റെ മണിയറെല്ലാം ഒരുക്കി സെറ്റ് ആക്കുവാണ്. രാത്രിയാകുമ്പോഴേക്കും കല്യാണത്തിന് വന്ന ഒരുമാതിരിപ്പെട്ട ആൾക്കാരെല്ലാം തിരിച്ചു പോകുന്നു. ഇപ്പൊ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇന്നാ ഗൾഫുകാരൻ കൊണ്ടുവന്ന കുപ്പിയെല്ലാം എടുത്ത് പൊട്ടിച്ചടിക്കാന്നും പറഞ്ഞ് ഉണ്ണിയളിയനും അനിയും അതിനുവേണ്ട കാര്യങ്ങളെല്ലാം ടെറസിൽ സെറ്റപ്പ് ആക്കുവാണ്. അങ്ങനെ വെള്ളം അടിച്ചവരവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ ആരോമൽ വരുന്നു. അളിയെ ഇന്ന് നിന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, ധൈര്യത്തിന് വേണമെങ്കിൽ ഒരു പെഗ് അടിച്ചിട്ട് കയറിക്കോളാൻ ഈ സമയം ഉണ്ണിയളിയൻ നായകനോട് പറയുന്നു. അത് വേണ്ട, ശരിയാവില്ല എന്ന് നായകൻ പറയുമ്പോ നീ എന്താ ഇങ്ങനെ പേടിക്കുന്നത്? എന്റെ ഫസ്റ്റ് നൈറ്റ് ഞാൻ 3 പെഗ് അടിച്ചിട്ടാണ് കയറിയത്. ഒരു ധൈര്യത്തിന് നമ്മുടെ കൂടെ അതുണ്ടെങ്കിലേ പറ്റുള്ളൂടാ, അതുകൊണ്ട് പറയാ വേണമെങ്കിൽ എടുത്തോളാൻ ഈ സമയത്ത് അളിയൻ വീണ്ടും പറയുവാണ് അവനോട്. അപ്പോഴും നായകൻ വേണ്ടാന്ന് പറയുമ്പോ നല്ലൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഈ ഫോറിൻ വോഡ്ക ഒഴിച്ച് അതിലേക്ക് കുറച്ച് നാരങ്ങനീര് ഒഴിച്ച് 2 ഐസ് ക്യൂബും കൂടി ഇട്ട് കുറച്ച് തേൻ ചേർത്ത് ശേഷം കുറച്ച് തണുത്ത സോഡ ഒഴിച്ച് കുറച്ച് ഫ്രൂട്ട്സും കൂടി കട്ട് ചെയ്തിട്ടിട്ട് അത് കുടിച്ചാ പൊന്നു മോനെ നല്ല ജിൽ ജില്ലെന്നാവും. ഉണ്ണിയളിന് ഇത്രയും പറയുമ്പം ഇത് കേട്ട് നമ്മുടെ നായകനെ കൊതി വരുന്നു. എന്ന് പറഞ്ഞ സെറ്റാക്ക്, ഞാൻ അകത്തുണ്ടാവും, അവിടേക്ക് എത്തിച്ചാൽ മതി എന്ന് പറയുമ്പം ശരി അകത്തുകൊണ്ട് വെച്ചേക്കാന്ന് ഈ സമയം ഉണ്ണിയളിയും പറയുന്നു. എന്നിട്ട് അനിയനോട് ഒരെണ്ണം റെഡിയാക്കി കൊടുക്കണമെന്ന് പറയുവാണ്. അങ്ങനെ ഇപ്പൊ നായകന് വേണ്ടി അനി അത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുവാണ്. കുറച്ചേരം കഴിഞ്ഞ് നമ്മുടെ നായകൻ അടുക്കളയിലേക്ക് വരുന്നു. അപ്പൊ അവിടെ ഒരു ഗ്ലാസ്സിൽ എന്തോ മൂടി വെച്ചിരിക്കുന്നതായിട്ട് നായകൻ കാണുവാണ്. ഇത് അവര് സെറ്റ് ചെയ്ത പെക്കായിരിക്കും എന്ന് വിചാരിച്ച് നായകൻ എടുത്ത് കുടിച്ച് നേരെ റൂമിലേക്ക് പോകുന്നു. എന്നാൽ അത് കുടിച്ചിട്ട് നായകൻ ഒട്ടും കിക്കായിട്ടില്ല. അങ്ങനെ ഇപ്പൊ നായകൻ റൂമിലേക്ക് എത്തി അമ്പിളിന്റെ അടുത്ത് ഇരിക്കുവാണ്. ഈ സമയം അമ്പിളി ചോദിക്കുന്നുണ്ട്, ആരോമലേട്ടാ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രണയം ഉണ്ടായിട്ടുണ്ടോ എന്ന്. ഈ സമയം കല്യാണത്തിന് മുമ്പ് അളിയൻ പറഞ്ഞു കൊടുത്ത കുറച്ച് കാര്യങ്ങൾ നായകൻ ഇങ്ങനെ ആലോചിക്കുന്നു. അതെന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അളിയ ആദ്യ രാത്രിന്റെ അന്ന് പെണ്ണ് മുമ്പ് പ്രണയം ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ചത്താലും ഉണ്ടെന്ന് തുറന്നു പറയരുത്, ഇല്ലാന്ന് വേണം പറയാൻ. അങ്ങനെ ഉണ്ണിയളിയന്റെ ആ ക്ലാസ് ഓർമ്മ വന്ന് നമ്മുടെ നായകൻ അതേപോലെ തന്നെ എനിക്ക് പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് അമ്പിളിയോട് പറയുന്നു. ഈ സമയം അമ്പിളി പറയുവാണ് എന്നാ എനിക്കൊരു പ്രണയം ഉണ്ടായിട്ടുണ്ടെന്ന്. ഇത് കേട്ട് ചെറുതായിട്ടൊന്ന് ഷോക്കായ നമ്മുടെ നായകൻ അതാരാണെന്ന് ചോദിക്കുന്നു. അവന്റെ പേര് സുജിത്ത് എന്നായിരുന്നു. ഇങ്ങനെയെല്ലാം നായിക പറയുമ്പോൾ അത് കേട്ട് ഞെട്ടിയിരിക്കുവാണ് നമ്മുടെ നായകൻ. ഇതേസമയം ഹാളിലിരുന്നുകൊണ്ട് നായകന്റെ അമ്മ ഉൾപ്പെടെ ബാക്കിയുള്ള സ്ത്രീകളെല്ലാം വെള്ളം ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അജിത എന്ന് പറയുന്ന നായകന്റെ ചേച്ചിക്കും ഈ സമയത്ത് അവര് മദ്യം കൊടുക്കുന്നുണ്ട്. എന്നാൽ എനിക്കതിന്റെ മണം തന്നെ ഇഷ്ടമല്ല എന്നും പറഞ്ഞ് അവൾ അതിനെ മറുക്കുവാണ്. അടുത്ത സീനിൽ വീണ്ടും നമ്മുടെ നായകന്റെ മണിയറ കാണിക്കുന്നു. ഇപ്പൊ അമ്പിളിയാണെങ്കിൽ അവൾ പ്രണയിച്ചുകൊണ്ടിരുന്ന സുജിത്തിനെ പറ്റി പറഞ്ഞ് വിഷമം കൊണ്ട് കരയാൻ തുടങ്ങുന്നു. അവൾ ഈ കാര്യം പറഞ്ഞിങ്ങനെ കരയുന്ന സമയം നമ്മുടെ ആരോമലിന് അവളുടെ വായിൽ നിന്ന് നല്ല വോഡ്കേന്റെ സ്മെല്ല് കിട്ടുന്നു. അങ്ങനെ അമ്പിളിനോട് നീ കുറച്ചേരം ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാമെന്നും പറഞ്ഞ് അവളെ റൂമിൽ തന്നെ ഇരുത്തി നായകൻ പെട്ടെന്ന് ടെറസിലേക്ക് ഓടി ചെല്ലുന്നു. എന്നിട്ട് അനിയോട് ഉണ്ണിയളിയനോടെല്ലാം ഈ കാര്യങ്ങൾ പറയുവാണ്. ഇതെല്ലാം കേട്ട ഉണ്ണിയളിയൻ അപ്പൊ നീ സാധനം അടിച്ചില്ലായിരുന്നു എന്ന് ചോദിക്കുന്നു. അടുക്കളയിൽ ഇരുന്ന സാധനം ഞാൻ എടുത്ത് അടിച്ചായിരുന്നു, പക്ഷെ എനിക്ക് കിക്കൊന്നും ആയില്ല. ഇത് കേട്ട അനി പറയുവാണ് അടുക്കളയിൽ വെച്ചത് ജ്യൂസ് ആയിരുന്നു, സാധനം മേക്ക് ചെയ്ത് നിന്റെ റൂമിലാണ് ഞാൻ കൊണ്ടുവച്ചത്. അങ്ങനെ ഇപ്പൊ ഇത് കേട്ട നായകനെ ഉണ്ണികളിലും മനസ്സിലാക്കുവാണ്. അപ്പൊ അവളെടുത്ത് കുടിച്ചത് അനി മേക്ക് ചെയ്ത് കൊണ്ടുവച്ച സാധനമാണെന്ന്. അളിയ ഇത് പണിയായല്ലോ, ഇനി എന്ത് ചെയ്യുന്നു നായകൻ ചോദിക്കുമ്പോ നീ വിഷമിക്കണ്ട, നമുക്ക് കുറച്ച് പുളിവെള്ളം കൊടുത്ത് അവളെ ഓക്കെ ആക്കാന്നും പറഞ്ഞ് ഉണ്ണികളെ നേരെ അവനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നു. എന്നാൽ ഈ സമയം കൊണ്ട് റൂമിലുണ്ടായിരുന്ന നമ്മുടെ നായികയാണെങ്കിൽ അവിടുന്ന് ഹാളിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീകളുടെ അടുത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു. വെള്ളം അടിച്ച് കിക്കായിരിക്കുന്ന നമ്മുടെ നായിക ഇപ്പൊ അവരോട് സുജിത്തിന്റെ കാര്യം പറഞ്ഞ് എനിക്കിപ്പോ അവനെ
അവനെ കാണണമെന്നും പറഞ്ഞ് കരയാൻ തുടങ്ങുന്നു. ഈ സമയമാണ് അവിടേക്ക് നമ്മുടെ നായകനും ഉണ്ണിയളിയിലും വരുന്നത്. ഇവര് മധ്യ റൂമിൽ കൊണ്ട് വെച്ചിട്ട് അതെടുത്ത് കുടിച്ചിട്ടാണല്ലോ നായികയ്ക്ക് ഇങ്ങനെയല്ല സംഭവിച്ചത്. ഇത് മനസ്സിലാക്കിയോണ്ട് തന്നെ നമ്മുടെ നായകന്റെ അമ്മ ഉണ്ണിയളിനെ കുറെ വഴക്ക് പറയുന്നു. ഈ സമയം നമ്മുടെ നായികയാണെങ്കിൽ സുജിത്തുമായിട്ട് പ്രണയിച്ചുകൊണ്ടിരുന്ന സമയത്തെ കുറെ കാര്യങ്ങളല്ല ഇങ്ങനെ വിളിച്ച് പറയാൻ തുടങ്ങുവാണ്. ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന നായകന്റെ അമ്മ, ഇത് നമ്മൾ മാത്രം ഇങ്ങനെ കേട്ടോണ്ടിരുന്നാൽ മതിയോ? ഈ പെണ്ണിന്റെ വീട്ടുകാരും കൂടി അറിയണ്ടേ, അവരെയും കൂടി അറിയിക്കണ്ടേ എന്ന് ചോദിച്ച് നേരെ അവരെ കോൾ ചെയ്ത് ഇന്ന പോലെ കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നു. ഇതേ സമയം തന്നെ വീട്ടിൽ പാചകത്തിന് വന്ന ആളാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അയാളുടെ ഭാര്യനെ വിളിച്ചത് അറിയിക്കുവാണ്. അയാളുടെ ഭാര്യയാണെങ്കിൽ ഒരു ആകാശവാണിയായിരുന്നു. ഈ കാര്യം കേട്ടതും അവരവരെ കുടുംബശ്രീ ഗ്രൂപ്പിലേക്കൊക്കെ ഈ കാര്യവും പറഞ്ഞൊരു വോയിസ് ഇടുവാണ്. അങ്ങനെ അത് അവിടെ മുഴുവൻ പാട്ടാവാൻ തുടങ്ങുന്നു. അടുത്ത സീനിൽ വീണ്ടും അമ്പിളിനെ കാണിക്കുവാണ്. എനിക്കിപ്പോ സുജിത്തിനെ കാണണമെന്ന് പറഞ്ഞ അമ്പിളിയാണെങ്കിൽ ഒരേ കരച്ചില്. അവനെ കൊണ്ടേ കാട്ടിക്കൊടുക്കാതെ ഇവള് കരച്ചിൽ നിർത്തൂല എന്ന് മനസ്സിലാക്കിയ നായകന്റെ അമ്മയാണെങ്കിൽ ശരി ഇവളെ വണ്ടി കയറ്റ്, ഇവൾക്ക് അവനെയൊന്നും കൊണ്ടേ കാട്ടിക്കൊടുക്കാന്ന് കൂടെയുള്ള സ്ത്രീകളോട് പറയുവാണ്. അങ്ങനെ അവിടെയുള്ള കുറച്ച് ലേഡീസ് നായകനെയും കൊണ്ട് വണ്ടി കയറുന്നു. നായകന്റെ അമ്മ അങ്ങനെ അവിടെ നിന്ന് വണ്ടിയെടുത്ത് അവിടേക്ക് അങ്ങനെ പോവുകയാണ്. കൂടെ നമ്മുടെ നായകനും പോകുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആരോമൽ ചോദിക്കുവാണ് അമ്മേനോട്. അമ്മ അവള് വെള്ളം അടിച്ചാ കിക്കിന്റെ പുറത്തിങ്ങനെ എല്ലാം പറയുന്നതാണ്. ഇത് വലിയ കാര്യമാക്കണ്ട, രാവിലെ ആകുമ്പോഴേക്ക് അത് മാറിക്കോളും, അതുകൊണ്ട് നമുക്ക് ഈ യാത്ര വേണോ എന്ന്. ഇത് കേട്ട നായകന്റെ അമ്മ വണ്ടി അവിടെ നിർത്തി. നിനക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ നീ ഇറങ്ങിക്കോളാൻ പറഞ്ഞ് അവനെ അവിടെ ഇറക്കി വിട്ടിട്ട് വണ്ടി എടുത്ത് പോവുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ നായകൻ അളിയനെ വിളിച്ച് ഇന്ന പല കാര്യങ്ങൾ പറയുന്നു. നീ അവിടെ നിൽക്ക്, ഞങ്ങളിപ്പോ പെട്ടെന്ന് വണ്ടിയായിട്ട് അവിടേക്ക് വരാമെന്നും പറഞ്ഞ് അളിയൻ കോഡ് കട്ട് ചെയ്യുന്നു. എന്നിട്ട് അളിയനും അവിടെ ഉണ്ടായിരുന്ന ബാക്കി ആൾക്കാരെല്ലാം കൂടി ജീപ്പ് എടുത്ത് നായകന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുവാണ്. എന്നാൽ എല്ലാവരും വെള്ളം അടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആര് വണ്ടി ഓടിക്കും എന്നുള്ള ഒരു ചോദ്യം വരുന്നു. ഈ സമയം കൂട്ടത്തിലുള്ള സിംഗൾ മനോജ് ഇല്ലേ, അയാൾ വെള്ളം അടിച്ചിട്ടില്ലായിരുന്നു. അപ്പൊ അയാൾ വണ്ടി ഓടിച്ചോളാന്ന് പറയുവാണ്. ഇങ്ങനെ ഇപ്പൊ അയാൾ വണ്ടി എടുക്കുന്നു, ബാക്കി എല്ലാവരും വണ്ടി കയറുന്നു. അങ്ങനെ അവരെല്ലാരും കൂടി കൂടി നായകന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. അടുത്ത സീനിൽ ആ വണ്ടിയിൽ പോകുന്ന സ്ത്രീകളെ കാണിക്കുന്നു. ഇപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്പിളിനോട് നായകന്റെ ചേച്ചി ചോദിക്കുവാണ്, ശരി അപ്പൊ സുജിത്തുമായിട്ട് നീ പ്രണയത്തിലായിരുന്നെങ്കിൽ നീ എന്തിനാ ഞങ്ങളുടെ ചെക്കനെ കല്യാണം കഴിച്ചത് എന്ന്. അതൊരു വലിയ കഥയാണെന്നും പറഞ്ഞ് നായിക അതിനെ പറ്റി പറയാൻ തുടങ്ങുന്നു. നായിക കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുജിത്തുമായിട്ട് പ്രണയത്തിലായത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്ട്രോങ് റിലേഷനിലായിരുന്നു. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവരുടെ റിലേഷൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നായികന്റെ വീട്ടുകാർ ഈ കാര്യം അറിയുവാണ്. അങ്ങനെ നായിക പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ട് അവര് വണ്ടിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ വഴിയിൽ വെച്ച് ചെക്കിങ്ങിന് നിൽക്കുന്ന പോലീസുകാര് ഇവരുടെ വണ്ടിക്ക് കൈ കാണിക്കുന്നു. അങ്ങനെ ഒരു വണ്ടി നിർത്തുന്ന സമയം കോൺസ്റ്റബിൾ വന്ന് ഇവരോട് എന്തൊക്കെ ചോദിക്കുവാണ്. പരിങ്ങിയുള്ള ഇവർ ഉത്തരം പറയില് കേൾക്കുമ്പോൾ അയാൾക്ക് എന്തോ ഡൗട്ട് തോന്നുന്നു. അങ്ങനെ ആ പോലീസുകാരൻ എസ് ഐന്റെ അടുത്ത് എന്ന് പറയുവാണ് ഈ കാര്യം. ഇത് കേട്ട് എസ് ഐ ആണെങ്കിൽ ഇപ്പൊ അവരുടെ അടുത്തേക്ക് വരുവാണ്. അങ്ങനെ എസ് ഐ നമ്മുടെ നായകന്റെ അമ്മേനെ കാണുമ്പോൾ ടീച്ചർക്ക് എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്നു. എന്നാൽ നായകന്റെ അമ്മയ്ക്കാണെങ്കിൽ ഇയാളെ അങ്ങ് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ അയാൾ തന്നെ പറയുവാണ്, 2012 ടീച്ചറാണ് എന്നെ ഡ്രൈവിംഗ് പഠിച്ചത്, അവിടെ നിന്നാണ് ഞാൻ ലൈസൻസ് എടുത്തത്. എന്റെ പേര് ബെന്നി എന്നാണ്, ഓർമ്മയില്ലേന്ന് ചോദിക്കുന്നു. ഇപ്പോഴാണ് അവനെ പറ്റി നായകന്റെ അമ്മ ഓർക്കുന്നത്. ആ എടാ ബെന്നി, നീയായിരുന്നു ഇത്, നീ പോലീസൊക്കെ ആയല്ലേ, ഞാനത് അറിഞ്ഞില്ലായിരുന്നു. ഇങ്ങനെല്ലാം പറഞ്ഞ് നായകന്റെ അമ്മ അവനോട് പരിചയം പുതുക്കുവാണ്. അതേപോലെ തന്നെ ബെന്നിനെ പറ്റി കൂടെയുള്ള സ്ത്രീകളോട് പറയാനും തുടങ്ങുന്നു. ഓ, ഇവനെ ഡ്രൈവിംഗ് പഠിപ്പിച്ചെടുക്കാൻ ഞാൻ പെട്ട ഒരു പാട്. സ്റ്റിയറിംഗ് കാണുമ്പോൾ തന്നെ ഇവന്റെ കൈ വിറയ്ക്കുമായിരുന്നു. ഇവൻ എങ്ങനെ ലൈസൻസ് കിട്ടിയെന്നുള്ള കാര്യം ഇന്നും എനിക്കറിയത്തില്ല. അങ്ങനെ അവര് പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേട്ട ബെന്നി ടീച്ചറെ നിർത്തി ഇങ്ങനെ അവമാനിക്കില്ലേ എന്ന് പറയുന്നു. ഈ സമയം നായകന്റെ അമ്മ അവനെ ട്രോളുന്നതെല്ലാം നിർത്തുവാണ്. എന്നാൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ബെന്നിന്റെ കയ്യിലുള്ള ഊതിക്കുന്ന മെഷീനിൽ കീ സൗണ്ട് കേൾക്കാൻ തുടങ്ങുവാണ്. ഇത് കേട്ടതും ബെന്നിക്ക് മനസ്സിലാവുന്നു അപ്പൊ ടീച്ചർ വെള്ളം അടിച്ചാണ് വണ്ടി ഓടിച്ചത് എന്ന്. പോലീസുകാർ കൈ കാണിച്ചാൽ തീർച്ചയായിട്ടും വെള്ളം അടിച്ചതിന് പിടിക്കപ്പെടുമെന്ന് ഇവർക്കറിയായിരുന്നു. അതുകൊണ്ടാണ് പോലീസിനെ കണ്ടപ്പോൾ നേരത്തെ ഇവരൊന്ന് പരിങ്ങിയത്. അപ്പൊ ടീച്ചർ വെള്ളം അടിച്ചിട്ടാണല്ലോ ഇത്ര നേരം വണ്ടി ഓടിച്ചതെന്ന് ബെന്നി ചോദിക്കുമ്പോൾ, അയ്യോ അല്ലട ബെന്നി, ഇത്ര നേരം വണ്ടി ഓടിച്ചത് വെള്ളം അടിക്കാത്ത എന്റെ മകളായിരുന്നു. ആ കാണുന്ന വളവ് മുതലാണ് ഞാൻ വണ്ടി ഓടിക്കാൻ തുടങ്ങിയത്. ഇങ്ങനെല്ലാം പറഞ്ഞ് ആ സീൻ ഒതുക്കാൻ നോക്കുന്നു. ഇത് കേട്ട ബെന്നി ടീച്ചറുടെ മകളെ കൊണ്ട്, അതായത് അജിതിനെ കൊണ്ട് ആ മെഷീനിൽ ഊതിപ്പിക്കുവാണ്. അപ്പൊ അതിലും കീ സൗണ്ട് അടിക്കുന്നു. ഇതിന് മണം കേൾക്കുന്നതിന് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ അജിത് വെറുതെ പറഞ്ഞതായിരുന്നു. അവൾ ഇവര് കാണാതെ വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത്. എന്തായാലും ഇപ്പൊ വണ്ടി ഓടിച്ചു എന്ന് പറയുന്ന രണ്ടുപേരും വെള്ളം അടിച്ചിരിക്കുന്നതുകൊണ്ട് ഫൈൻ അടയ്ക്കണമെന്ന് ബെന്നി പറയുവാണ്. എടാ ഒന്നുമില്ലല്ലേ, ഞാൻ നിന്റെ ടീച്ചർ അല്ലടാ, ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ച് എന്നെ വെറുതെ വിടണമെന്നൊക്കെ ബെന്നിയോട് ഇപ്പൊ നായകന്റെ അമ്മ പറയുവാണ്. ഇതെല്ലാം കേട്ട ബെന്നി, ശരി നിങ്ങൾ തിരക്ക് പിടിച്ചത് എങ്ങോട്ടാണെന്ന് ചോദിക്കുവാണ്. ഇത് കേട്ട രാജലക്ഷ്മി, ഇന്ന് എന്റെ മകന്റെ കല്യാണമായിരുന്നടാ, ഈവനിങ് സമയത്ത് ഇന്ന പോലെ എല്ലാം സംഭവിച്ചെന്നും പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറയുന്നു. ഇതെല്ലാം കേട്ട ബെന്നി തന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച തന്റെ ടീച്ചറാണല്ലോ ഇതൊന്നും വിചാരിച്ച് ഒരേ ഒരു തവണ അവരോട് ക്ഷമിച്ച് അവരെ വെറുതെ വിടുവാണ്. പക്ഷെ മോർണിംഗ് എന്തായാലും സ്റ്റേഷനിൽ വന്ന് ഫൈൻ അടയ്ക്കണമെന്ന് ബെന്നി പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അതിനെല്ലാം ഓക്കെ പറഞ്ഞ് അവർ വണ്ടി എടുത്ത് അവിടുന്ന് വീണ്ടും പോകാൻ തുടങ്ങുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ശരി നിന്റെ വീട്ടുകാർ നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം അറിഞ്ഞു, അതിനുശേഷം എന്തുണ്ടായിന്ന് നായകന്റെ അമ്മ ഇപ്പൊ നായകനോട് ചോദിക്കുന്നു. അങ്ങനെ നായിക ബാക്കി കഥ പറയാൻ തുടങ്ങുവാണ്. അവനുമായിട്ടുള്ള ബന്ധമെല്ലാം വീട്ടിൽ അറിഞ്ഞതിന് ശേഷം വീട്ടുകാരെന്നെ തല്ലുവും വഴക്ക് പറയുകയൊക്കെ ചെയ്തായിരുന്നു. അതിനുശേഷം ഇനി അവനുമായിട്ട് ഒരു ബന്ധവും വേണ്ടാന്ന് പറഞ്ഞ് വീട്ടുകാർ എനിക്ക് വേണ്ടി പ്രപ്പോസൽസ് എല്ലാം നോക്കി തുടങ്ങി. ഇതേ സമയം തന്നെ നമ്മുടെ നായികയാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം സുജിത്തിനെ അറിയുന്നുണ്ടായിരുന്നു. ഇതെല്ലാം അറിയുന്ന സുജിത്ത്, നീ അതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവണ്ട, ആരെങ്കിലും പെണ്ണ് കാണാൻ വരുവാണെങ്കിൽ അവര് ജസ്റ്റ് വന്ന് കണ്ടുപോക്കോട്ടെ, ഇങ്ങനെല്ലാം പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നു. എന്നാൽ നായികയാണെങ്കിൽ ഇതൊന്നും കേട്ട് സമ്മതിക്കുന്നില്ല. എന്നെ കൊണ്ട് അതൊന്നും പറ്റില്ല, എനിക്ക് നിന്റെ കൂടെ തന്നെ ജീവിക്കണം, നീ ഇല്ലാതെ എനിക്ക് കഴിയില്ല എന്നൊക്കെ അവള് പറയുമ്പോൾ, ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂർക്ക് പോവാം, അവിടെ ചെന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം, ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി കുറച്ചാൾ കഴിയുമ്പോഴേക്കും വീട്ടുകാരെ ഈ ചൂടും ദേഷ്യം എല്ലാം മാറിക്കോളും, അപ്പൊ നമുക്ക് ഇവിടേക്ക് തിരിച്ചും വരാമെന്ന് സുജിത്ത് പറയുമ്പോൾ അത് കേട്ട് അവള് വിശ്വസിക്കുവാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ പോകാൻ കഴിയില്ല, അവിടെ ചെന്നൊന്ന് സെറ്റിൽ ആവണമെങ്കിൽ അതിനെ കുറച്ച് പണമൊക്കെ വേണ്ടേ, സോ ഒന്ന് അറേഞ്ച് ചെയ്യട്ടെ എന്ന് സുജിത്ത് ഇപ്പൊ അവളോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവന്റെ വാക്കും കേട്ട് അവള് കുറച്ചാളും കൂടി വെയിറ്റ് ചെയ്യുവാണ്. എന്നാൽ പിന്നീട് അവൻ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയുള്ള ഒരു അപ്ഡേഷനും ഇല്ല. അങ്ങനെ ഒരു ദിവസം അവനെ കാണണമെന്നും പറഞ്ഞ് നായിക
നായിക അവനെ വിളിപ്പിക്കുവാണ്. അങ്ങനെ അവൻ അവളുടെ അടുത്തേക്ക് വരുന്ന സമയം അവൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സ്വർണ്ണങ്ങളെല്ലാം അവന് കൊടുക്കുന്നു. നീ പറഞ്ഞ പോലെ അവിടെ ചെന്ന് നമുക്കൊന്ന് സെറ്റിൽ ആവാനുള്ള പണം നിന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ യാത്ര ലാഗാവുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ സ്വർണ്ണം നീ വെച്ചോ, എന്നിട്ട് ഇത് വിറ്റ് പണം ഉണ്ടാക്കി തൽക്കാലം ഇത് വെച്ച് നമുക്ക് പോവാവിടുന്ന്. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ചെന്നതിന് ശേഷം ആലോചിക്കാന്ന് നായിക പറയുവാണ്. ഇത് കേട്ട സുജിത്ത് എന്നാ ശരി അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് അവളെ ആ സ്വർണ്ണം വാങ്ങി അന്ന് പോയതാണ്. പിന്നീട് നായിക അവനെ കണ്ടിട്ടേ ഇല്ല. വിളിച്ചിട്ട് അവൻ ഫോണും എടുത്തിട്ടില്ല. അങ്ങനെ നായിക മനസ്സിലാക്കി അവൻ അവളുടെ സ്വർണ്ണവും വാങ്ങി അവളെ ചീറ്റ് ചെയ്ത് പോയതാണെന്ന്. അങ്ങനെ മാനസികമായിട്ട് നായിക ഒരുപാട് തകർന്നിരിക്കുന്ന സമയത്ത് അവളുടെ വീട്ടുകാര് അവൾക്ക് വന്നൊരു പ്രപ്പോസൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. അത് നായകന്റേതായിരുന്നു. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം നായിക പറഞ്ഞു തരുന്ന സമയം ഇതെല്ലാം കേട്ട നായകന്റെ അമ്മ, അപ്പൊ നിന്നെ തേച്ചിട്ട് പോയ ദുഷ്ടന് വേണ്ടി നീ ഇനി കരയാൻ പാടില്ല. അവനെ കണ്ട് അവന് കൊടുക്കാനുള്ള മറുപടി മാത്രമാണ് നീ കൊടുക്കേണ്ടതെന്ന് ഈ സമയം നായകന്റെ അമ്മ അവളോട് പറയുന്നു. ഇത് കേട്ട നായിക പറയാണ്, അത് തന്നെ ആഗ്രഹിച്ചാണ് ഞാൻ ഇത്തരം പ്രകടനങ്ങളെല്ലാം ഇവിടെ കാട്ടിക്കൂട്ടിയത്. ഒരുപക്ഷെ അത് പറഞ്ഞാൽ നിങ്ങളെ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ചാണ് വെള്ളമടിച്ച് പ്രശ്നമായ രീതിയിൽ ഞാൻ ഇങ്ങനെ എല്ലാം കാട്ടിക്കൂട്ടിയത്. എന്നെ ചീറ്റ് ചെയ്തിട്ട് പോയ സുജിത്ത് ഇന്ന് ഞങ്ങളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അവനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടതാണ്. അമ്മ പറഞ്ഞ പോലെ എനിക്ക് അവനെ കാണണം, തക്കതായ ഒരു മറുപടി കൊടുക്കണം. ഇങ്ങനെ നായിക പറയുന്ന സമയത്ത് അത് തന്നെയാ വേണ്ടേ മോളെയെന്ന് നായകന്റെ അമ്മയും പറയുന്നു. അങ്ങനെ അവരെല്ലാരും ഒരുപാട് വാശിയോടുകൂടി നേരെ അവന്റെ വീട്ടിലേക്ക് അങ്ങനെ പോവുകയാണ്. ഈ സമയം അവനാണെങ്കിൽ അവിടെയുള്ള പിള്ളേരുടെ കൂടെ കരോളിന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പൊ അങ്ങോട്ടെത്തി നായകനെ കണ്ട് അവൻ വീണ്ടും അവളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ കള്ളങ്ങൾ പറയാൻ തുടങ്ങുന്നു. ഇത് കേട്ട് ദേഷ്യം വരുന്ന നായകന്റെ അമ്മ ഈ സമയത്ത് അവന്റെ നെഞ്ചിലേക്ക് ശക്തി ഏറി ചവിട്ട് കൊടുക്കുന്നു. അങ്ങനെ അവൻ തെറിച്ച് വീഴുവാണ്. അങ്ങനെ വീടെടുക്കുന്ന അവനെ എഴുന്നേപ്പിച്ച് അമ്പിളിനെ മുമ്പേ കൊണ്ടുവരുമ്പോൾ അവൻ അമ്പിളിന്ന് വിളിക്കുമ്പോൾ അമ്പിളിയാണെങ്കിൽ ദേഷ്യം വന്ന് അവന്റെ കരണത്തിന് ഒരൊറ്റ അടി കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കാനുള്ളെല്ലാം തീർത്ത് കൊടുത്തിട്ട് ആ പെണ്ണുങ്ങളെല്ലാരും കൂടി തിരിച്ച് വണ്ടി കയറി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സമയം അവന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണെങ്കിൽ അവരെ വണ്ടി തടയുവാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുത്തന്റെ മേത്ത് കൈവച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഇവിടുന്ന് അങ്ങ് പോകാൻ പറ്റുമോ ഇങ്ങനെയും ചോദിച്ച് അവർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ അവരുടെ പുറകെ വന്നുകൊണ്ടിരുന്ന നമ്മുടെ നായകനും അളിയനും അനിയെല്ലാം അവിടേക്ക് റീച്ച് ആവുന്നു. അങ്ങനെ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന സുജിത്തിന്റെ ആൾക്കാരെ നായകനും ടീംസും വേണ്ട രീതിയിൽ നേരിടുവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവരെയും കൂട്ടിക്കൊണ്ട് നായകനും ടീംസും വീട്ടിലേക്ക് തിരികെ എത്തുന്നു. അങ്ങനെ ആ സീനോട് കട്ടയാട് ദിവസം രാത്രി കാണിക്കുവാണ്. ഇന്നലെ നായകന്റെ ഫസ്റ്റ് നൈറ്റ് എല്ലാം കുളമായിരുന്നല്ലോ. ഇന്ന് അവരുടെ സെക്കൻഡ് നൈറ്റ് ആണ്. ഈ സമയം ഉണ്ണിയളിയൻ അവരുടെ റൂമിലേക്ക് ഒരു ഗ്ലാസ് പാല് കൊണ്ടേ കൊടുക്കുന്നു. പാലൊന്നും വേണ്ട, അളിയനൊന്ന് പൊക്കേന്നും പറഞ്ഞ് ഈ സമയം നായകനാണെങ്കിൽ അളിയനെ പറഞ്ഞു വിടുന്നു. അതിനുശേഷം നായകൻ കഥ കടച്ച് അമ്പിളിന്റെ അടുത്ത് വന്നിരുന്ന് അവളോട് പറയുവാണ്, അമ്പിളി നീ എന്ന് ചോദിച്ചപ്പോ എനിക്ക് ലൈനൊന്നും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ലേ, അത് കള്ളമാണ്. എനിക്ക് 3 പേരെ ഇഷ്ടമായിരുന്നു. പക്ഷെ നീ പേടിക്കണ്ട, അവർക്ക് 3 പേർക്കും എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ വൺ സൈഡ് ആയിട്ടാണ് അവരെ പ്രണയിച്ചത്. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് അതിന്റെ ഗുഡ്നസ് മനസ്സിലായത്. അമ്പിളിയെ പോലെ ഒരു നല്ല പെണ്ണിനെ കെട്ടാനായിരിക്കും എന്റെ യോഗം. അതുകൊണ്ടായിരിക്കും അവരൊന്നും എനിക്ക് സെറ്റ് ആവാത്തത്. ഇങ്ങനെല്ലാം നായകൻ നിഷ്കളങ്കമായിട്ട് പറയുന്ന സമയം ഇത് കേട്ട് അമ്പിളി ചിരിക്കുവാണ്. ഈ സമയം നായകൻ റൊമാന്റിക് ആയിട്ട് അമ്പിളിക്കൊരു പൂ കൊടുക്കുന്നു. ഈ സമയം അമ്പിളി അത് സ്വീകരിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോടെ ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നു. മച്ചാമാരെ എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നല്ലൊരു മൂവി ആയിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായിട്ടുണ്ടാവും. ഞങ്ങൾ ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങളെല്ലാവരും ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന പുതിയ പുതിയ സിനിമകളുടെ വിശേഷങ്ങളുമായിട്ട് ഇനിയും ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. Then see you on next video. Thank you so much.